ഹലോ ചങ്ങന്മാരെ, ഞാൻ ഇപ്പോൾ ഉള്ളത് കോട്ടക്ക പുത്തൂരാണ് കേട്ടോ. കോട്ടക്ക പുത്തൂരിൽ ഏകദേശം ഒരു 2 ആഴ്ചക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. അതേ സ്പോട്ടിലേക്ക് ഒരു ലൈൻലാൻഡ്, അശോക് ലൈൻലാൻഡ് നിയന്ത്രണം വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ആൾ ഉറങ്ങിപ്പോയതാണോ, ഇനി ബ്രേക്ക് പൊട്ടിയതാണോ ഒന്നും അറിയില്ല കേട്ടോ. ഇനി ടയർ പൊട്ടിയതാണോ അതും അറിയില്ല. അപ്പോൾ അതേ സ്പോട്ടിക്ക്, അതിൻ്റെ തൊട്ടടുത്ത് ആ പഴയ അന്ന് ആക്സിഡൻ്റ് ആയ ആ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ രണ്ടിന് ഗ്യാപ്പിലോട്ടാണ് അന്ന് ആ ഒരു അപകടത്തിൽ കുടുങ്ങിയ കാറിൽ മേൽക്കാണ് വീണ്ടും ചെന്ന് ഇടിച്ചിട്ടുള്ളത്. ആ കാറിൻ്റെ ഒരു ഇതിലെ ആദ്യം ഒരു വണ്ടി ഇടിച്ച് ആകെ അത് പരത്തി മൊത്തത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് ശേഷം ഇപ്പോഴാ ഒരു അശോക് ലൈൻലാൻഡും കൂടി ചെന്ന് ഇടിച്ചിട്ടുണ്ട്. ആളപായമൊന്നുമില്ല, ആൾക്ക് പരിക്ക്, നിസ്സാരമായ പരിക്കുകളേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താ പറയുക, അപകടങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കും. ഈ അപകടം നടന്നിട്ടുള്ളത് 27/6/2025 കേട്ടോ, വെള്ളിയാഴ്ച രാവിലെ 6 മണിക്കാണ് ഇവിടെ അപകടം. ഓടിക്കുന്ന ഡ്രൈവർമാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഉറക്ക് വന്നു കഴിഞ്ഞാൽ സൈഡാക്കി ഉറങ്ങിക്കൊള്ളണം. ഓക്കെ, ഇത് രാവിലെയാണ് സംഭവിക്കുന്നത് അറിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടുത്തം കിട്ടും, ഇത് ഉറക്കപ്പെട്ടതാവാം. അപ്പോൾ ഇത് ഉറക്ക് വരുന്നതിന് മുമ്പ്, ഞാനൊരു ഡ്രൈവറാണ്, എല്ലാവരും ഇത് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. കാരണം നമുക്ക് ഉറക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മുന്നേ റിസൾട്ട് വരാൻ തുടങ്ങും, നമുക്ക് ഉറക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ സൈഡാക്കി ഉറങ്ങി ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റെങ്കിലും ഉറങ്ങി മുഖമൊക്കെ കഴുകിയതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഗർത്തങ്ങളിലേക്ക് പോയി വീഴേണ്ടി വരും. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് മാത്രം വൻ ദുരന്തത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പഴയ ആക്സിഡൻ്റായി കിടക്കുന്ന വാഹനത്തിൻ്റെ അടിയിലോട്ടാണ് പോയത്. അതുകൊണ്ട് വേറെ വണ്ടികൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വല്ലാത്തൊരു കാഴ്ചയാണ്. കാരണം ആ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ മൊത്തം തകർന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിലുണ്ടായിരുന്ന ഡ്രൈവർക്കോ കൂടാറുണ്ടെന്ന് അറിയില്ല കേട്ടോ, അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല പറഞ്ഞത്. ഓക്കെ, വന്നിട്ടില്ല. മണ്ണൊക്കെ ആകെ വണ്ടിൻ്റെ കോലം കണ്ടാൽ നല്ല പരിക്കുണ്ടെന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ ആൾക്ക് വലിയ പരിക്കൊന്നും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചളി പിളി കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.